വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജനുവരി 24 മുതൽ 31 വരെ പിട്ടാപ്പിള്ളി ലെഗസി ഫെസ്റ്റ്. ഓഫേഴ്സിൽ ഇത് ബെസ്റ്റ്. നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ജനുവരി 26 മുതൽ 30 വരെ. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. ജനസേവന രംഗത്ത് പുത്തൻ പ്രതീക്ഷകളുമായി ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക്. ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക്. Poppies Baby Skin Safe Dresses. പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട. സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. KM Solar World, complete solar solution. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗയാത്ര വിജയിപ്പിക്കുവാൻ നിലമ്പൂരിൽ UDF കൺവെൻഷൻ ചേർന്നു. ഫെബ്രുവരി 13-നാണ് പുതുയുഗയാത്രയ്ക്ക് നിലമ്പൂരിൽ സ്വീകരണം സംഘടിപ്പിക്കുക. തിരുവാലി ചെള്ളിത്തോട് പാലം നിർമ്മാണത്തിലെ അനാസ്ഥയ്ക്കെതിരെ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. അധികൃതരുടെ നടപടികളിൽ പ്രതിഷേധിച്ചാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന ധർണ നടത്തിയത്. തിരുവാലി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ LDF ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. പുതിയ ഡ്രൈവറെ നിയമിക്കുന്നത് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടെന്നും പഞ്ചായത്ത് ഭരണസമിതി. വിശദമായ വാർത്തകളിലേക്കാണ്. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് നിലമ്പൂരിൽ സ്വീകരണം സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 13-നാണ് യാത്രയ്ക്ക് നിലമ്പൂർ ചന്തക്കുന്നിൽ സ്വീകരണം സംഘടിപ്പിക്കുന്നത്. യാത്രയുടെ സ്വീകരണ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിലമ്പൂരിൽ UDFന്റെ കൺവെൻഷൻ സംഘടിപ്പിച്ചു. പക്ഷേ ആ കാലത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഈ പ്രാവശ്യം, കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരണം എന്നാഗ്രഹിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരണമെങ്കിൽ വളരെ നേരത്തെ തന്നെ എന്തൊക്കെ വീഴ്ചകളാണോ കഴിഞ്ഞ കാലത്തുണ്ടായത് ആ ഓരോ വീഴ്ചകളും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനമാവട്ടെ, സീറ്റ് വിഭജന ചർച്ചകളാവട്ടെ, അങ്ങനെ ഓരോ കാര്യങ്ങളും അത് ഒരിക്കലും ലാഗ് ചെയ്തു പോവാതെ വളരെ നേരത്തെ തന്നെ തീരുമാനിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലേക്ക് നേരത്തെ തന്നെ മുന്നോട്ട് പോകാനുണ്ട്. നിലമ്പൂർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വാഗത സംഘ യോഗം നിലമ്പൂർ MLA ആര്യടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ ഇക്ബാൽ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ഇസ്മായിൽ മൂത്തേടം, VA കരീം, NA കരീം, പാലോളി മെഹബൂബ്, ബാബു തോപ്പിൽ, പാനായി ജേക്കബ്, KT കുഞ്ഞാൻ, ജസ്ലീമിയ, MK ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തിരുവാലി ചെള്ളിത്തോട് പാലം നിർമ്മാണത്തിലെ അനാസ്ഥയ്ക്കെതിരെ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രദേശവാസികളുടെ നേതൃത്വത്തിലാണ് ബഹുജന ധർണ നടത്തിയത്. വണ്ടൂർ മഞ്ചേരി റോഡിലെ തിരുവാലി ചെള്ളിത്തോടിന് കുറുകെയുള്ള പാലം നിർമ്മാണം 1.5 വർഷമായി ഇപ്പോൾ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയാണ്. കൃത്യമായ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താത്തത് കാരണം ഇവിടെ വാഹനയാത്രക്കാർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ബഹുജന ധർണ നടത്തിയത്. നടന്നു പോകാൻ വയ്യേ വയ്യ. ജനകീയ ധർണ സിന്ദാബാദ്.
മാസങ്ങളായി നിർമ്മാണം നീണ്ടുപോകുന്ന തിരുവാലി ചെള്ളിത്തോട് പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയാകാത്തതിൽ പ്രദേശവാസികൾ വലിയ ദുരിതത്തിലാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളിലെ മെല്ലപ്പോക്കിനും അനാസ്ഥയ്ക്കുമെതിരെയാണ് ജനപ്രതിനിധികളെ അണിനിരത്തിക്കൊണ്ട് ജനകീയ സമിതി പോരാട്ടത്തിന് ഒരുങ്ങിയത്. ധർണ തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് സുമാ താരിയൻ ഉദ്ഘാടനം ചെയ്തു. ഇതുവരെ 2026 ആയിട്ടും പണി പൂർത്തീകരിച്ചിട്ടില്ല. പല പ്രയാസങ്ങളും നാട്ടുകാർക്കായാലും യാത്രക്കാർക്കായാലും നടക്കുന്ന ആളുകൾക്കായിട്ടായാലും ബുദ്ധിമുട്ടുകൾ ഏറെ വന്നിട്ടുണ്ട്. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ, പൊടി കാരണം പലവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആംബുലൻസ് പോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, ഗർഭിണികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ പാലം കാരണം ഉണ്ടായി. ഇപ്പൊ അടുത്ത ഘട്ടത്തിൽ ഞങ്ങൾ ഭരണസമിതിയിൽ വന്നതോടുകൂടി ജനങ്ങൾ പ്രതിഷേധമായിട്ട് പഞ്ചായത്തിൽ വന്ന് അറിയിക്കുകയും അതിനെ തുടർന്ന് ഞങ്ങൾ പല രീതിയിലുള്ള ഇടപെടലുകൾ ഈ പാലം പണിക്ക് വേണ്ടിയിട്ട് തുടരുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് പ്രതിഷേധത്തിലേക്ക് എത്താൻ കാരണം കൂടി അതും കൂടിയാണ്. അതിലുപരി കോൺട്രാക്ടറുമായിട്ടുള്ള ഒരു സംവാദത്തിന് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അതിലുപരി ആ സംവാദത്തിൽ കൂടി ഒരു തീരുമാനം ആകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. എന്നിരുന്നാലും ഈ പാലം പണി തുടരാൻ ഇനിയും മുന്നോട്ട് പോകുമെന്ന് എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ പ്രയാസം തീർത്തു കൊടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഭരണസമിതി ഇനിയും മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ജനകീയ പ്രതിഷേധം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പാലത്തിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കി യാത്രാക്ലേശം പരിഹരിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുവാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം. ചടങ്ങിൽ ഫായിസ് കുരിക്കൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മുഹമ്മദ് നജീബ്, കെ രാമൻകുട്ടി, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VA ഇബ്നു കദീർ, CPM ലോക്കൽ സെക്രട്ടറി P സത്യനാഥൻ, ഏരിയ കമ്മിറ്റി അംഗം M മോഹൻദാസ്, K സുരേഷ്, CT മുജീബ് എന്നിവർ നേതൃത്വം നൽകി. തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ ഡ്രൈവർ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നില്ലെന്ന് ആരോപിച്ചുകൊണ്ട് LDF അംഗങ്ങൾ ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. ഇതിന് മറുപടിയുമായി ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള UDF ഭരണസമിതി അംഗങ്ങൾ രംഗത്തെത്തി. കഴിഞ്ഞ ഭരണസമിതി ഡ്രൈവറെ നിയമിച്ചത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്നും ഇത് കൃത്യമായി പാലിച്ചുകൊണ്ട് നിയമിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ UDF ഭരണസമിതി നടപടികൾ നീക്കുന്നതെന്നുമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സുമാ താരിയൻ പറഞ്ഞത്. LDFന്റെ ആരോപണങ്ങളെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റ് നിഷേധിച്ചു. ഒരു ഡ്രൈവറെ നിയമിച്ചത് 2015 ഭരണസമിതിയിൽ ഉള്ള കാലത്താണ്. അത് നിയമപരമായിട്ടുള്ള അടിസ്ഥാനത്തിലല്ല ആ ഡ്രൈവറെ നിയമിച്ചിട്ടുള്ളത്. മാനദണ്ഡങ്ങളൊന്നും പാലിച്ചിട്ടില്ല. അത് UDFന്റെ ഭരണം വന്നപ്പോൾ അത് അന്വേഷണത്തിലൂടെ അത് ഞങ്ങൾ കണ്ടെത്തി. നിയമപരമായിട്ടല്ല ആ ഡ്രൈവർ നിലവിൽ ഇവിടെ നിൽക്കുന്നത്. അടുത്ത പുതിയ ഡ്രൈവറെ തീരുമാനിക്കുന്നത് നിയമപരമായിട്ട് എടുക്കുന്ന കാര്യത്തിലാണ് ഞങ്ങൾ ഭരണസമിതി തീരുമാനം എടുത്തിട്ടുള്ളത്. പുതിയ ഡ്രൈവറുടെ നിയമനത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും 2015 LDF ഭരണസമിതി സർക്കാർ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയാണ് ഡ്രൈവറെ നിയമിച്ചതെന്നും ഇപ്പോൾ UDF ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയ അന്വേഷണത്തിലൂടെ നിയമപരമായിട്ടല്ല നിയമനം നടന്നതെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇനി പുതിയ ഡ്രൈവറെ തീരുമാനിക്കുന്നത് എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ച് മാത്രമായിരിക്കുമെന്നും പ്രസിഡന്റ് സുമാ താരിയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജീവനക്കാരെ നിയമിക്കുന്നതിന് പത്രങ്ങളിലൂടെയോ മറ്റ് ദൃശ്യമാധ്യമങ്ങളിലൂടെയോ യാതൊരു പ്രചരണവും നടത്താതെയാണ് നിയമനം നടത്തിയതെന്നും ജീവനക്കാരനെ താൽക്കാലികമായി മാറ്റുന്നതിന് വേണ്ടി ഭരണസമിതിയിൽ ഒരു അജണ്ട വെച്ചുകൊണ്ട് ചർച്ച ചെയ്യുകയും നിയമാനുസൃതമായിക്കൊണ്ട് തന്നെ പുതിയ ജീവനക്കാരനെ നിയമിക്കുമെന്നും വൈസ് പ്രസിഡന്റ് മുഹമ്മദ് നജീബും പറഞ്ഞു. ഭരണസമിതിയിൽ ഒരു അജണ്ട വെച്ചുകൊണ്ട് ചർച്ച ചെയ്യുകയും അത് നിയമാനുസൃതമായിക്കൊണ്ട് എങ്ങനെയാണോ ഒരു പോസ്റ്റിൽ നമ്മളൊരു ഡ്രൈവറെ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നിയമാനുസൃതമായി തന്നെ അത് നടപ്പിലാക്കാൻ ഭരണസമിതി തീരുമാനിക്കുകയും അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് ഇന്നലെ അവർ സൂചിപ്പിച്ചതുപോലെ വളരെ വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് അവർ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കലും ഒരു സെക്രട്ടറിയെ വരുതിയിലാക്കിക്കൊണ്ടുള്ള ഒരു സംഭവം നമ്മൾക്ക് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ 11 പേരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ കാര്യങ്ങൾ മാനിച്ചുകൊണ്ട് തന്നെ ഒരു നല്ല രീതിയിൽ നമ്മുടെ ഭരണസമിതി തീരുമാനിച്ചതാണ്. ആ ഭരണസമിതി ഇനി ഒരു പോസ്റ്റ് വെക്കുന്ന സമയത്ത് തന്നെ അത് ചട്ടവിരുദ്ധമായിക്കൊണ്ട് നിയമാനുസൃതമായിക്കൊണ്ട് തന്നെ നമ്മൾ ആ ഡ്രൈവർ പോസ്റ്റിംഗ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്.
വാർത്താസമ്മേളനത്തിൽ UDF പഞ്ചായത്ത് അംഗങ്ങളായ സൗമ്യ വിനീത്, പി ശശി, കെ നസീം, സൗവാന ഷെറിൻ, കെ സാജിസ് തുടങ്ങിയവർ പങ്കെടുത്തു. കായിക രംഗത്ത് ജില്ലയുടെ മികവ് പുലർത്തിയ പ്രതിഭകളെ ആദരിച്ചു. ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ മെഡൽ നേടിയ താരങ്ങളെയാണ് ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത്. വിവിധ കായിക ഇനങ്ങളിൽ മെഡൽ നേടിയ 100-ലധികം താരങ്ങൾ ആദരവ് ഏറ്റുവാങ്ങി. ജില്ലാ ആസൂത്രണ സമിതി സമ്മേളന ഹാളിൽ നടന്ന പരിപാടി പി ഉബൈദുള്ള MLA ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് കളിച്ചു വളരാൻ ആവശ്യമായ അതിമനോഹരവും സൗകര്യപ്രദമായ കളിസ്ഥലങ്ങൾ നിർമ്മിക്കുകയും നമ്മുടെ ജില്ലയിലെ പല കേന്ദ്രങ്ങളിലായി സ്പോർട്സ് അക്കാദമികൾ സ്ഥാപിച്ച് കായിക താരങ്ങൾക്ക് അതാത് ഘട്ടങ്ങളിൽ ആവശ്യമായ പരിശീലനം നൽകുന്നതിന് വേണ്ടി കായിക പ്രേമികൾ മുന്നോട്ട് വരുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലുമൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങളെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധ്യമായി. മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ, ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ജില്ലാ ഭരണകൂടം എല്ലാവരും ഈ ജില്ലയുടെ കായിക രംഗത്തെ മുന്നേറ്റത്തിൽ വലിയ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും പ്രോത്സാഹനം നൽകുന്നതാണ് ജില്ലയുടെ പാരമ്പര്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലാ കളക്ടർ VR വിനോദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് V റിനീഷ റഫീഖ് മുഖ്യാതിഥിയായി. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് P ഹൃഷികേഷ് കുമാർ, MSP അസിസ്റ്റന്റ് കമാൻഡർ ഹബീബ് റഹ്മാൻ, സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ C സുരേഷ്, ലിയാഖത്ത് അലി കുരിക്കൽ, സ്പോർട്സ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി VR അർജുൻ എന്നിവർ സംസാരിച്ചു. പോരൂർ UCNM AUP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു. പോരൂർ ഫെസ്റ്റോ അറ്റ് 75 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചലച്ചിത്ര താരം ഇർഷാദ് അലി പരിപാടി ഉദ്ഘാടനം ചെയ്തു. 75 വർഷം മുമ്പ് ഒരു സ്കൂൾ ആരംഭിക്കുന്നു. അത് പിന്നെ 1-2 വർഷത്തിന് ശേഷം ഇവിടെ സ്കൂൾ തുടങ്ങുകയും പിന്നെ UPയിൽ നിന്ന് LPയും 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ സാങ്ഷൻ ആക്കുകയും ചെയ്ത് അതൊരു 75 വർഷം ആഘോഷിക്കുക. അതൊരു വലിയ സംഭവവും സന്തോഷം തരുന്നൊരു കാര്യമാണ്. അത് ഗ്രാമം മുഴുവൻ, ഒരു നാട് മുഴുവൻ ഈ സ്നേഹം ഏറ്റെടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമാണ്. നമ്മളെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇതെന്തിനാണ് ഇങ്ങനൊരു ആഘോഷത്തിൻ്റെ ആവശ്യം എന്താണ്? ഒരു 75 വർഷം സ്കൂളായെങ്കിൽ 75 വർഷം പഠിച്ചു പോയ കുറേ കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ ഇനിയും പഠിക്കാൻ വരുന്ന ആളുകളുണ്ടാവും. നമ്മൾ ഇത്രയധികം ആളുകളെ കൂട്ടി ഇത്രയധികം കാശ് ചെലവാക്കി. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പായസ ചലഞ്ചിന് പകരം ഈ പൈസ തന്നെ ഈ മൈക്കിൻ്റെയും ഈ വെളിച്ചത്തിൻ്റെയും എന്നെ ഇങ്ങോട്ട് വരുന്ന വണ്ടിക്കൂലിയുടെ പൈസ ഒക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമല്ലേ? ആ പൈസ എടുത്താൽ മാത്രം പോരെ നിങ്ങളുടെ മറ്റുള്ളവരെ സഹായിക്കാനെന്നൊക്കെ തോന്നുമെങ്കിലും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി വേണം, അല്ലെങ്കിൽ ഇങ്ങനൊരു പരിപാടി നടക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാവും എന്ന് പറയുന്നത്? നമ്മളെപ്പോഴും കൂട്ടുകൂടുമ്പോൾ നിറഞ്ഞൊഴുകുന്നത് സ്നേഹമാണ്. അത് പകർന്നു തരുന്നത് വലിയ ഊർജമാണ്. പ്രീ പ്രൈമറി മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ മികച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം, സ്കൂളിലെ ടീച്ചേഴ്സിന്റെ നൃത്തം എന്നിവയും നടന്നു. ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ N മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മാസ്റ്റർ UC നാരായണൻ റിപ്പോർട്ട് അവതരണവും ഡോക്ടർ NV വിജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണവും നടത്തി. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അമൃത, പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കുന്നുമൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ജുൽഫീന, ബ്ലോക്ക് അംഗം P മുബഷി, മെമ്പർമാരായ സാജിദ പുന്നക്കാടൻ, K പവിത്ര, വണ്ടൂർ AEO K പ്രേമാനന്ദ്, മാനേജർ UC ശ്രീകുമാരൻ, PTA പ്രസിഡന്റ് P ജംഷി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിനോദ് കോവൂരും സംഘവും അവതരിപ്പിച്ച സോങ് വിത്ത് സുലൈമാനി എന്ന പരിപാടിയും അരങ്ങേറി. നിലമ്പൂർ റോട്ടറി ക്ലബ്ബ് നിർധനരായ രോഗികൾക്ക് ഹോമിയോ ചികിത്സാ പദ്ധതി നടപ്പിലാക്കുന്നു. പണമില്ലാതെ ചികിത്സയ്ക്ക് വഴിമുട്ടുന്ന രോഗികൾക്ക് വേണ്ടിയാണ് നിലമ്പൂരിലെ കേദാർനാഥ് ക്ലിനിക്കുമായി ചേർന്നുകൊണ്ടൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ MLA ആര്യടൻ ഷൗക്കത്ത് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
പദ്ധതിയുടെ ഉദ്ഘാടനം 26 തിങ്കളാഴ്ച രാവിലെ 10 MLA ആര്യടൻ ഷൗക്കത്ത് നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് മുഖ്യ അതിഥിയായിരിക്കും. എല്ലാ ബുധനാഴ്ചകളിലും കേദാർനാഥ് ക്ലിനിക്കിൽ നിർധന രോഗികൾക്ക് സൗജന്യ ചികിത്സയും മരുന്നും ലഭ്യമാക്കും. നമുക്കറിയാം, ഡോക്ടർ കേദാർനാഥ് വർഷങ്ങളായിട്ട് നിലമ്പൂരിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഹോമിയോ ഡോക്ടറാണ്. അദ്ദേഹം ഞങ്ങളുടെ തുടക്കം മുതൽക്കുള്ള മെമ്പറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനും കൂടിയിട്ട് നമ്മളിന്ന് ഒരു വ്യത്യസ്തമായ, അല്ലെങ്കിൽ ഇതുവരെ ഒരു പക്ഷേ അങ്ങനെ ആരും ചെയ്യാത്ത ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ചികിത്സ ആവശ്യമുള്ളവർക്ക് ജനപ്രതിനിധികൾ, റോട്ടറി ക്ലബ്ബ് അംഗങ്ങൾ, വ്യാപാരി വ്യവസായി ഭാരവാഹികൾ എന്നിവർ മുഖാന്തിരം സൗകര്യം ഒരുക്കും. തീർത്തും നിർധനരായവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ഡോക്ടർ കേദാർനാഥ് പറഞ്ഞു. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, വ്യാപാരി വ്യവസായി സംഘടനകളുടെ പ്രതിനിധികൾ, റോട്ടറി അംഗങ്ങൾ ഇവർ ശുപാർശ ചെയ്യുന്ന നിർധനരായിട്ടുള്ള ആളുകൾക്കാണ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ബുധനാഴ്ചയും നമ്മുടെ ക്ലിനിക്കിൽ വെച്ച് ട്രീറ്റ്മെൻറ്റ് നൽകാൻ റോട്ടറി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം നിങ്ങളോട് പറയുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ റോട്ടറി ക്ലബ്ബ് അസിസ്റ്റന്റ് ഗവർണർ ഷാനവാസ്, അംഗങ്ങളായ വിനോദ് പി മേനോൻ, സജി തോമസ്, ഡോക്ടർ സത്യകൃഷ്ണ PK എന്നിവരും പങ്കെടുത്തു. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാർത്തകൾ തുടരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും ഉത്സവവും 26 തിങ്കളാഴ്ച ആരംഭിക്കും. 5 ദിവസങ്ങളിലായാണ് പരിപാടി നടത്തുന്നത്. വൈവിധ്യമാർന്ന പരിപാടികളാണ് ഈ 5 ദിവസങ്ങളിലും ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 26 തീയതി വൈകുന്നേരം 6 മണിക്ക് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ശ്രീ പന്തലക്കോട്ടത്ത് സജി നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്തിൽ ഉത്സവം കൊടിയേറ്റ് നടക്കും. 26 തിങ്കളാഴ്ച വൈകിട്ട് 6:30 ക്ഷേത്രം തന്ത്രി പന്തലക്കോട്ടത്ത് സജി നമ്പൂതിരി കൊടിയേറ്റുന്നതോടെ ഉത്സവ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. തുടർന്ന് 7 മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന തായമ്പക അരങ്ങേറും. 27 വിശേഷാൽ പൂജകൾക്ക് പുറമെ രാവിലെ 8 മണിക്ക് മാതൃസമിതി നേതൃത്വം നൽകുന്ന സർവൈശ്വര്യ പൂജ നടക്കും. വൈകിട്ട് 5 ലക്ഷ്മി വാദ്യകലാസംഘം അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം, രാത്രി നൃത്തനൃത്യങ്ങൾ എന്നിവ അവതരിപ്പിക്കും. 28 ബുധനാഴ്ച വൈകിട്ട് 6:30 പാതിരാക്കുന്നത്ത് മന നീലകണ്ഠൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സർപ്പബലി നടക്കും. 7:30 വെച്ചൂർ ശങ്കർ നയിക്കുന്ന സംഗീത സദസ്സ് അവതരിപ്പിക്കും. 29 ഉച്ചയ്ക്ക് മഹാപ്രസാദ ഊട്ട് നടക്കും. 3000-ലധികം പേർക്കുള്ള സദ്യയാണ് ഒരുക്കുന്നത്. ഏകദേശം ഒരു 3000-ഓളം ആൾക്കാർക്കുള്ള സദ്യ, വളരെ ഗംഭീരമായ സദ്യ ഞങ്ങൾ ഇവിടെ ക്ഷേത്രം ഭരണസമിതി ഒരുക്കിയിട്ടുണ്ട്. ഇതേസമയം വേദിയിൽ ഭരതനാട്യവും തിരുവാതിരകളിയും ഭക്തിഗാനസുതയും അരങ്ങേറും. വൈകിട്ട് 4 പാണ്ടിമേളം, ഗജവീരൻ, കുമ്പാട്ടം, കാവടിയാട്ടം, പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടെ നഗരപ്രദക്ഷിണം നടക്കും. പോരൂർ ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന അതിഗംഭീരമായ പാണ്ടിമേളവും അരങ്ങേറും. രാത്രി ഗുരുതിതർപ്പണവും നൃത്തനൃത്യങ്ങളും അരങ്ങേറും. സമാപന ദിവസമായ 30 വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജയും ശുദ്ധിക്രിയകളും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം സെക്രട്ടറി MK ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് K കുശലൻ, ഭരണസമിതി അംഗങ്ങളായ M രാധാകൃഷ്ണൻ, V ബാലചന്ദ്രൻ, P ജയരാജൻ എന്നിവർ പങ്കെടുത്തു. ഉത്തര കേരളത്തിലെ ഒരു അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. വിവിധങ്ങളായ തെയ്യങ്ങളുണ്ട്. ഉത്തര കേരളത്തിലെ കാവുകളിലെല്ലാം കെട്ടിയാടുന്ന ഒരു വലിയ കലാരൂപമാണ് തെയ്യം. നമ്മുടെ മേഖലകളിലൊന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്ര അറിവുകളോ കാര്യങ്ങളോ ഇല്ല. ഇത് കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഊരാട്ടം എന്ന പേരിൽ നടത്തിയ നാടൻ കലാശില്പശാലയിൽ നിലമ്പൂർ ഗവൺമെൻറ് കോളേജിൽ ഒരു തെയ്യത്തിൻ്റെ അവതരണം കഴിഞ്ഞ ദിവസം സംഘടിപ്പിക്കുകയുണ്ടായി. വിഷ്ണുമൂർത്തി തെയ്യത്തിൻ്റെ അവതരണമാണ് കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഇത് പരിചയപ്പെടുന്നതിന് വേണ്ടി അവതരിപ്പിച്ചത്. ഇതൊരു വ്യത്യസ്ത കാഴ്ചയായി മാറി.
കോളേജിൽ 3 ദിവസങ്ങളിലായി നടന്നുവന്ന ഊരാട്ടം നാടൻകലാ ശില്പശാലകളുടെ ഭാഗമായാണ് വിഷ്ണുമൂർത്തി തെയ്യം അവതരിപ്പിച്ചത്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ഭാഗമായുള്ള സംഘങ്ങളാണ് തെയ്യം അവതരിപ്പിച്ചത്. ഉത്തര കേരളത്തിലെ കാവുകളിലെല്ലാം അനുഷ്ഠാനത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്നതാണ് തെയ്യങ്ങൾ. ഗവൺമെന്റ് കോളേജിലെ മലയാളം വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് 3 ദിവസങ്ങളിലായി ശില്പശാല നടത്തിയത്. സ്വർണ്ണാഭരണ രംഗത്ത് പോത്തുകല്ലിന്റെ പ്രിയപ്പെട്ട സ്ഥാപനമായ സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 1ാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുകയാണ്. ആഘോഷ പരിപാടികളുടെ ഭാഗമായി പോത്തുകല്ല് പഞ്ചായത്തിൽ നിന്നും വിജയിച്ച ജനപ്രതിനിധികളെ കഴിഞ്ഞ ദിവസം ആദരിച്ചു. ഈ പരിപാടിയുടെ ഭാഗമായി സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന സമ്മാന പദ്ധതിയുടെ സീസൺ 1ന്റെ നറുക്കെടുപ്പും നടത്തി. വ്യാപാര മേഖലയിൽ 80 വർഷത്തെ പാരമ്പര്യവുമായി പ്രവർത്തിക്കുന്ന സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 1ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായാണ് വിപുലമായ പരിപാടികൾ നടത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനപ്രതിനിധികളെയും ചടങ്ങിൽ ആദരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പോത്തുകല്ല് യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ PD ജോർജ്, അലി അക്ബർ, സെക്രട്ടറി അബ്ദുൾ അസീസ്, ജലീൽ എന്നിവർ ജനപ്രതിനിധികൾക്ക് ഉപഹാരങ്ങൾ നൽകി. ചടങ്ങിൽ സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജർ ഹസ്കർ ചോലയിൽ, സെയിൽസ് മാനേജർമാരായ അഖിലേഷ്, സഹീർ എന്നിവർ പങ്കെടുത്തു. സാറ സ്വർണ്ണനിധി സീസൺ 1ന്റെ നറുക്കെടുപ്പും വേദിയിൽ നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷറഫുനീസ നറുക്കെടുപ്പ് നിർവഹിച്ചു. ചാത്തമുണ്ട സ്വദേശിനി ആൻസി ജോർജാണ് സമ്മാന പദ്ധതിയുടെ ആദ്യ വിജയിയായത്. 19 മാസ കാലാവധിയുള്ള സമ്മാന പദ്ധതിയിൽ എല്ലാ മാസവും നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. 100% BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരവുമായാണ് സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പോത്തുകല്ലിൽ 1ാം വാർഷികം ആഘോഷിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്ര വിജയിപ്പിക്കുവാൻ നിലമ്പൂരിൽ UDF കൺവെൻഷൻ ചേർന്നു. ഫെബ്രുവരി 13-നാണ് പുതുയുഗ യാത്രയ്ക്ക് നിലമ്പൂരിൽ സ്വീകരണം സംഘടിപ്പിക്കുക. തിരുവാലി ചെള്ളിത്തോട് പാലം നിർമ്മാണത്തിലെ അനാസ്ഥയ്ക്കെതിരെ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. അധികൃതരുടെ നടപടികളിൽ പ്രതിഷേധിച്ചാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന ധർണ നടത്തിയത്. തിരുവാലി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ LDF ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. പുതിയ ഡ്രൈവറെ നിയമിക്കുന്നത് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടെന്നും പഞ്ചായത്ത് ഭരണസമിതി. വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ജനുവരി 24 മുതൽ 31 വരെ പിട്ടാപ്പിള്ളിൽ ലെഗസി ഫെസ്റ്റ്. ഓഫേഴ്സിൽ ഇത് ബെസ്റ്റ്. നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ജനുവരി 26 മുതൽ 30 വരെ. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്.
ഹൈസ്ലീപ്പ് മാട്രസ്. ജനസേവന രംഗത്ത് പുത്തൻ പ്രതീക്ഷകളുമായി ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക്. ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക്. Poppies Baby Skin Safe Dresses. പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട. സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു. KM Solar World, complete solar solution. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി.